അപ്പോൾ നമ്മളിന്ന് നമ്മളൊരു മറ്റേ സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇതുകൊണ്ട് വിഷുവിന് കണ്ടോ, വിഷുവിനാണ് ഇതിൽ സാറായിട്ട് വരണത്. അതാണ് മീശ കണ്ടോ, മീശയൊക്കെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഏമൊക്കെ വിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സഹീൻ, ഹലോ സഹീൻ നാട്ടിൽ പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഓണം ഫുൾ അവിടെയാണ് അടിച്ചു പൊളിച്ചത് കേട്ടോ. അപ്പോൾ സഹീന് കുറേ വിശേഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സഹീനെ പോയിട്ട്? അവൾക്ക് അവിടെ ഇരിക്കണം ഇഷ്ടം, കാരണം അവൾക്ക് അവളെ നാടാണ്. പിന്നെ മാത്രമല്ല അവിടെ കളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ. ദച്ചുവിന് വിഷുവിന് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടാ. സഹീൻ നമ്മളെ കൊണ്ടുപോകും, ഒരു ദിവസം കൊണ്ടുപോകും കേട്ടാ. സഹീൻ കൊണ്ടുപോകുന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ സഹീൻ്റെ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹീൻ്റെ വാപ്പനെയാണ് ബാബു എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അച്ഛൻ. പിന്നെ എന്തില്ലായിരുന്നു അവിടെ, ഇവള് കടലിലൊക്കെ ഭയങ്കരമായിട്ട് തലകുത്തി മറിയും അല്ലേ. ഞങ്ങള് ഞാനും പണിയെടുത്ത് അവര് സ്കൂളിൽ പോയപ്പോൾ അവിടെ വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ വൃത്തിയാക്കിയപ്പോൾ അങ്കിള് കടലിൽ കുളിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് പിന്നെ കയറി. അപ്പോഴത്തേക്ക് അവര് വന്നായിരുന്നു സ്കൂളിൽ പോയ എൻ്റെ കസിൻസ്. അപ്പോൾ അവരോട് ഞാൻ പിന്നെ കളിച്ചു. നല്ലതാട്ടോ അവിടെ. അവര് ഭയങ്കര ഇവൾക്ക് ഭയങ്കര ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ കളിക്കാൻ. കസിൻസ് ഉണ്ട്. അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ കളിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവരെങ്ങോട്ട് കളിക്കുമ്പോൾ എന്തൊക്കെ കളിയാണ് കളിക്കണേ? നമ്മള് ഫുട്ബോളാണ് കൂടുതലും കളിക്കുന്നത്. പിന്നെ നമ്മള് ചില സമയത്ത് ആറോ കളിക്കും. പിന്നെ ഇവൻ അതുപോലെ ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ കളിക്കാനായിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാ അവിടെ. തറവാട്ടില്ലേ അവിടെ കളിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ അവിടെ കറപ്പട അടുത്താണ്. അവിടെ ഒരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി. അവിടെ ഗ്രൗണ്ട് ഒരു ചേട്ടന്മാരെ ഉണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവരുണ്ടാക്കി. അവര് കളിക്കാത്ത സമയത്ത് നമ്മൾ പോയി കളിക്കും അവിടെ. പിന്നെ അവരുള്ള സമയത്ത് നമ്മൾ തറവാട്ടിൽ വന്ന് ആറുവായോ ഫുട്ബോളോ കളിക്കും. പിന്നെ അത് ബോറടിക്കുന്നെങ്കിൽ നമ്മൾ വേറെ വല്ലതും കളിക്കും. ഇവൾക്ക് എന്താ വെച്ചാ ദച്ചുനൊക്കെയാണ് ദച്ച്. പിന്നെ എന്താണ്, ഇവൾക്ക് അവിടെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയെങ്കിൽ അവൾക്ക് ഇവിടെ ഇഷ്ടമല്ല, അവളെയാണ് ഇഷ്ടം. അപ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ നാട്ടിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവർ പറയണ ഞങ്ങൾക്ക് ആദ്യം മലയാളമാണ്, പക്ഷേ ഇവർ സംസാരിക്കുന്ന ജയശ്ശേരി മലയാളം അല്ലല്ലേ. അത് മലയാളം പോലെ തന്നെ അല്ലേ, എല്ലാം കൂടെ കലർന്നതാണല്ലേ. തമിഴ് മലയാളം എങ്ങനെ എന്തൊക്കെയോ ജയശ്ശേരി എന്നാണ് പറയുക. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും, പക്ഷേ സ്പീഡിന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സഹീൻ കുറച്ച് വാക്ക് പറയും. അത് വിശ്വനും ദച്ചും കുഞ്ഞാറ്റേരിപ്പുണ്ട്. ഇവർക്ക് എന്താണ് തോന്നണതെന്ന് വെച്ചാൽ ഇവരത് പറയും കേട്ടാ. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഗെയിം. ഓക്കെ, വിശ്വ മേളിൽ കയറിയിരിക്കും. ദച്ചു ഫോൺ അവിടെ വെക്ക്. ദച്ചു ഫോൺ വെക്ക്. എന്തോന്ന് ഗൂഗിൾ അടി ഉണ്ണിമാഷ്. മറ്റേ ഇതില് വിഷന്റെ പേര് ഉണ്ണിമാഷ് എന്നാണ് കേട്ടോ. അതാണ് ദച്ചു ഉണ്ണിമാഷ് എന്ന് വിളിച്ചത്. അപ്പൊ സഹിനെ നമുക്ക് ആദ്യം ചെറിയ വേർഡ്സ് പറയണം, എങ്കിലേ ഇവർക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് പറഞ്ഞേ. എവിടെ പോകണം? ഞാൻ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ദച്ചു പറയാൻ മനസ്സിലാവുന്നുണ്ടോ നോക്ക്. പറ സഹീന്റെ ചോര്, അടുത്ത ചോര്. ചെറിയ വേർഡ്സ് ചോര് ആദ്യം, എങ്കിലേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ ചെയ്യണേ? അങ്ങനെ തന്നെ ചോദിച്ചത്, എങ്ങനെയുണ്ടെന്നല്ലേ. ഓക്കെ.
ഒച്ചത്തി പറ കേൾക്കാൻ എന്റെ ഡ്രസ് ഹരമുണ്ടാ? എന്റെ ഡ്രസ് ചേരുന്നുണ്ടാ? എന്റെ ഡ്രസ് ഭംഗിയുണ്ടോ? നമ്മളെ നാട്ടിൽ എന്റെ ഡ്രസ് ചേരുന്നുണ്ടാ? ഭംഗിക്ക് വരെ അങ്ങനെയല്ലേ ചിലവരൊക്കെ പറഞ്ഞു. ആ ഭക്ഷണം കഴിച്ചതോ? എന്നെയാണ് ഭക്ഷണം? ഭക്ഷണം കഴിച്ച എങ്ങനെ? ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെ എന്തായിരുന്നു ഫുഡ്? കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായത്. അപ്പൊ കുഞ്ഞാറ്റ അവിടെ ചെന്നിരിക്കേ. ആ പറ, അടുത്ത ചോര്. എക്സാം കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ ആരും കളിക്കാനില്ല. ഭംഗിയുള്ള ഭംഗിയുള്ള പ്ലേസ് ആണ് ഇവിടെ, പക്ഷെ കളിക്കാൻ സ്ഥലമില്ല. അതിന്നാണ്. പക്ഷെ ഇവര് ഇന്നാളെ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ എനിക്ക് ചിലതൊന്നും പിടിയിട്ടില്ല കേട്ടോ. ഇതിപ്പോ വീഡിയോ എടുക്കണോണ്ടായിരിക്കും സഹീന് പിടിയിട്ടാത്തത് കേട്ടോ. അപ്പൊ പിന്നെ ഇനി എന്നാ പോണ നാട്ടില്? സ്കൂള് കൂട്ടുമല്ലേ, അപ്പൊ പോകും. പിന്നെ ഉമ്മയ്ക്ക് ലീവ് കിട്ടുമ്പോ സ്കൂള് ഈ 10 ദിവസം ലീവ് ആണെങ്കിൽ അപ്പൊ പോവാം ലീവ് കിട്ടുമ്പോ. പിന്നെ ഇനിയിപ്പോ ഡിസംബർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ സ്കൂള് പൂട്ടില്ലേ, അപ്പൊ പോയിട്ട് പിന്നെ സ്കൂൾ തുറക്കുന്ന ആ സമയം. പിന്നെ അതേപോലെ സഹീന്റെ വീട്ടിലെ ഉമ്മ ഉണ്ടായിരുന്നേ. ഉമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹീൻ വിളിക്കുന്നത് സഹീന്റെ അമ്മയുടെ അമ്മേനെയാണ് ഉമ്മ എന്ന് വിളിക്കുന്നത്. ഉമ്മ ഇപ്പൊ നാട്ടിൽ ഉമ്മച്ചി അപ്പൊ നാട്ടിൽ പോയേട്ടാ. അല്ലാതെ ഉമ്മ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി തരും. എന്തൊക്കെയാ ഉണ്ടാക്കണത്? അതിന്റെ പേര് പറഞ്ഞേ. ദോശ ഉണ്ടാക്കുമ്പോ ദോശ എനിക്ക് ഇഷ്ടമില്ല. ദോശ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ എന്റെ ഫേവറേറ്റ് പൂരി എനിക്ക് ഉണ്ടാക്കി തരും. പിന്നെ എനിക്ക് അതല്ല വെറൈറ്റി ആയിട്ട് നമുക്കൊക്കെ അന്ന് ഉണ്ടാക്കി തന്നു എന്തൊക്കെയോ സാധനങ്ങള്. എന്താ മടക്കാ? മടക്ക് വരച്ചല്ലേ, അതുണ്ടാക്കും. മടക്ക് വരച്ചത്, ഈ മടക്ക് വരച്ച അത് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണത്. പിന്നെ പായസം ഉണ്ടാക്കും, പിന്നെ ബിരിയാണി ഉണ്ടാക്കും, പിന്നെ മടക്ക് എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇവർ മെയിനായിട്ട് തേങ്ങയാണ് കേട്ടോ. അപ്പൊ തേങ്ങ വെച്ചിട്ട് അത് തന്നെ, അത് ഫില്ല് ചെയ്തിട്ട് അതിങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഇല വെക്കണമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് മൂടിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കും. പിന്നെ ഈ മടുക്ക് പുളുക്കി എടുക്കാറുണ്ട്. എന്താണ് മടുക്ക് പുളുക്കി എടുക്കാറുണ്ട്? പുളിക്കുക എന്താന്ന് വെച്ചാൽ ഈ വേവിച്ച. ഓക്കെ പൊരിക്കുന്നില്ല, അത് നല്ല എരിവാണ്. പിന്നെ അതിന്റെ അകത്ത് സാധനം വയ്ക്കാറുണ്ട്. പിന്നെ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് കുറെ സാധനം കൊണ്ടുവന്നു. ഇവർ ലക്ഷദ്വീപിൽ പോയിട്ട് വന്നപ്പോഴേ ഇതിന് മുന്നത്തെ പ്രാവശ്യം അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് മുഴുവൻ ഭയങ്കര മധുരമുള്ള ഫില്ലിങ്സ് വെച്ചിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. അമ്മേ കുഞ്ഞാറ്റ തലയും കുത്തി വീണെന്നോന്ന്. പിന്നെ ഒരു കാര്യം, ഞാൻ ഫുട്ബോള് നമ്മുടെ വീട്ടില് ഗേൾസ് കളിക്കാറില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമില്ല. 6 കളിക്കാൻ പറ്റിയ ഗേൾസ് ഉണ്ടാവും. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ എന്റെ ബോയാണ്. ഇതാണ് നമ്മുടെ ആരാണ്? സച്ചിൻ. ഇതിപ്പോ നമ്മൾ വേറെ വീഡിയോയില് ദച്ചുവിന് ടീച്ചർ ആവാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയും ദച്ചും കുട്ടികളും സഹീനും കുട്ടി വിശ്വനാണ് സാറ് വന്നിട്ട് എന്തോന്നാണ് ഉണ്ണിമാഷ്. അവസാനം സാറിന് മടിയായി. അതാണ് ദച്ചുണ്ടെങ്കിൽ പിന്നെ മടിയാവില്ല, അവള് പഠിപ്പിച്ചിരിക്കും. ഇവൻ ബോറടിച്ചെന്ന് പറഞ്ഞ് നിർത്തിച്ച് ബോറടിക്കും.
അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. അറിയത്തില്ല. കുഞ്ഞു പിള്ളേരല്ലേ. പിന്നെ ഷോർട്സ് അത് ഡാൻസ് കളിച്ചിടുമെങ്കിൽ അവളതില് നല്ലോണം ഡാൻസ് കളിച്ചിടും കേട്ടോ. ദച്ചു മറ്റേ ഡാൻസ് കളിക്കുമോ ഒന്ന്? എന്താണ് കണ്ണോട് മോണിക്ക ദച്ചു ഒന്ന് കളിച്ച് കാണിച്ചാൽ പാടി ആരെങ്കിലും ഒന്ന് പാടി കൊടുക്കോ? അപ്പൊ ദച്ചു തന്നെ പാടി കളിച്ചോ. ആർക്കും പാടാൻ പറ്റും. ആര് പാടും? മോണിക്ക പാടിക്കോടൂ. എനിക്ക് മോണിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പാട്ടൊന്നും വലുതായിട്ട് അറിഞ്ഞൂടാ. ചെറിയ പാട്ടൊക്കെ അറിയൂ. മോണിക്ക കളിക്കുന്നുണ്ട്. ദച്ചിന് പാട്ട് അറിയില്ലേ? ഓക്കെ. ദച്ചിന് ഏത് പാട്ട് അറിയാം? എനിക്ക് ചില പാട്ടുകളെ അറിയൂ. എല്ലാ പാട്ടും അറിഞ്ഞൂടാ കേട്ടോ. ചില പാട്ടുകളെ കണ്ണോട് കണ്ടപ്പോഴാ? അത് പാടാൻ മടിയാ? അയ്യോ അല്ല, ആ പാട്ടല്ല. അതാണ് മോണിക്കയാണ് പാടേണ്ട. ഇത്തിരി ഇങ്ങോട്ട് നടുക്കോട്ടെ. ഇതാണ് അവള് മോണിക്ക പാട്ട് വെച്ച് കൊടുത്താ ഇവള് ഈ സ്റ്റെപ്പൊക്കെയാണ് കളിക്കുക. ദച്ചിന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഈ പ്രാവശ്യം പൂജ ഒപ്പിന് മിക്കവാറും ദച്ചിന് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് പൂജ ഒപ്പി ആർക്ക് വെക്കേഷന് വരും. ഇനി കരാട്ട പഠിച്ചിട്ടാണ് എന്നെ എടുത്തിട്ട് ചമ്മന്തി ആക്കാൻ വേണ്ടി. അവൻ ഫുഡ് കഴിക്കില്ല, അതുകൊണ്ടാണ്. അവൻ ഈ സൈക്കിള് വെച്ചിട്ടുള്ള ദച്ചുന് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സാണ് പാവാടയും ബ്ലൗസും കേട്ടോ. അതാണ് എല്ലാ വീഡിയോയിലും പാവാടയും ബ്ലൗസും ദച്ചുന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷോൾ ഇടണം. പിന്നെ ലിപ്സ്റ്റിക്, പിന്നെ കയ്യിലിട്ട വള, മാല, അതൊക്കെ ഇതെല്ലാം എൻ്റെ മാലയാണ് കേട്ടോ. ഇവളെല്ലാം അവൾ കൈക്കലാക്കി. അതുകൊണ്ട് പോണുണ്ടോ? ഇത് കുഞ്ഞാറ്റ ഇട്ടേക്കുന്ന ദച്ചുവിന്റെ യൂണിഫോമാണ്. വിച്ചു ഷർട്ട് സർവോദയ വിദ്യാലയത്തിലാണ് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ കുഞ്ഞാറ്റ മാത്രം വേറെ. വിശ്വനും ദച്ചുവും സഹീനും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, സർവോദയയിൽ. അപ്പം രാവിലെ ഇവരെ 3 കൂടി അച്ഛൻ കൊണ്ടാക്കും. വിച്ചുവിൻ്റെ അച്ഛൻ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് ആൻറ്റിമാരാരെങ്കിലും വിളിക്കാൻ പോകും സഹീൻ്റെ. ദച്ചു മോണിക്ക കളിച്ച് പിന്നെ മോണിക്ക കളിച്ചുകൊണ്ടിരിക്കണം. മോണിക്ക ഒരു പ്രാവശ്യം കളിക്കുക ഓടും, പിന്നെ ഒന്ന് കളിക്കുക ഓടും. അതാണ് ഇന്നിപ്പോൾ ഇവർക്ക് സ്കൂളില്ല കേട്ടോ. ഇന്ന് സ്കൂൾ ഇന്നലെ തുറന്നു. ഇവിടെ ഓണാഘോഷം ഇന്ന് തീരണത് കൊണ്ട് ഇവർക്ക് ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാവരും കൂടെ കണ്ട ഉണ്ണിമാഷതാ സൈക്കിള്. ഇത് പണ്ട് നമ്മളൊരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഈ സൈക്കിളിന് ബെല്ലില്ല, ബ്രേക്കില്ല, ചെയിനില്ല, ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് ഇത് ഒരു റെഡ് കളറായിരുന്നു കേട്ടോ ഈ സൈക്കിള്. അതിന് ഗോൾഡൻ കളർ അടിച്ചു. ഒരു പണ്ട് ഇതിനെ വെളിയിൽ വെക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണമാണെന്നും പറഞ്ഞ് വീടിൻ്റെ അകത്ത് വെക്കുമായിരുന്നു. അതായിരുന്നു വിഷുവിൻ്റെ പരിപാടി. പിന്നെ മുട്ട് റോഡിൽ കൂടെ ഓടിച്ച് സഹി പനിയൊക്കെ പിടിച്ചു കേട്ടോ. സഹീൻ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് വീഴുമ്പോഴത്തേക്ക് കരയത്തില്ല കേട്ടോ. എന്നിട്ട് ഹാപ്പി ആയിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ധൈര്യശാലിയായിട്ട് നിൽക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് നെഞ്ചത്തടിച്ചിരുന്ന് കരയും.
ആ അതാണ് ദോ വിഷയം കണ്ട. അപ്പൊ എന്തോ ഉണ്ണിമാഷിനെ കൊണ്ട് പിന്നെ വയറും ഇല്ല ഒന്നുമില്ല. ആ ഫുഡ് കഴിക്കില്ല. ആ ലച്ചുവിന് വിശപ്പടിച്ച്. അപ്പൊ നമ്മളെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ.